രണ്ടാമത്തെ ബാച്ചുകാരെ 15 പേരാണ്. 14 പേര് ഇവിടെ വന്നെത്തി. ഒത്തൊരുമയോടുകൂടി ഭയങ്കര സന്തോഷവും ഒത്തിരി കാലം കൂടി ഭയങ്കരമായി മനസ്സ് ആ പഴയ കാലത്തിലേക്ക് പോയെന്ന് പറഞ്ഞു. 3 മക്കളുടെ അമ്മയായ ശേഷമാണ് ഞാൻ ഡ്രാമ സ്കൂളിൽ വരുന്നത്. ഡ്രാമ സ്കൂളിനെ കുറിച്ച് കേട്ടത്. പക്ഷേ അതെൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പാട്ട് അറിയാമെന്ന് മാത്രമുള്ളവർക്ക് ഉണ്ടായല്ലോ. പക്ഷേ നമ്പൂരി സാറൊക്കെ എന്നതിൻ്റെ താളബോധമൊക്കെ ഉള്ള ഒരു രീതിയിൽ പരിഗണിച്ചുകൊണ്ടാണ് എനിക്കന്ന്. പിന്നെ സ്ത്രീകൾക്കൊരു പ്രത്യേക മുൻഗണന ഉണ്ടായിരുന്നല്ലോ, നമ്മളങ്ങനെ കേട്ടിയത്. പിന്നെയാണ് നാടകത്തെക്കുറിച്ച് അറിയണം. നാടകം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണോ എന്നൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ശരിക്കും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തു. ഹരിവരപ്രസാദം പോലെ ക്യാമ്പസിലെല്ലാം നടന്ന പഴയ ഓർമ്മകളെല്ലാം പുതുക്കി ഞങ്ങൾ വളരെ ധന്യരായിരിക്കുകയാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് എനിക്കിത് കിട്ടിയത് ഈ രഘുവണ്ണനിൽ നിന്നാണ്. മനസ്സിലായോ? നമ്മൾ അകളിയിലും മറ്റ് പോയി പറഞ്ഞില്ല, ഒരു കഥാപ്രസംഗകന്റെ റോൾ എനിക്ക് തന്ന എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എനിക്ക് ഒരിക്കൽ കൂടി സ്മരണകൾ ഉണ്ടായിരുന്നു. അഗളിയിൽ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്തില്ലേ, ആ സ്മരണകളാണ് എന്നെ ഈ സ്കൂൾ ഡ്രാമയിൽ കൂടുതൽ ഉന്മേഷമൊക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഹരിവരപ്രസാദം പോലെ വേവുന്ന മണ്ണിനൊരു വേനൽ മഴ പോലെ എന്നോവും മനസ്സിനൊരു സാന്ത്വന പദം പോലെ. ഫാസിലിനോടൊപ്പം എത്താൻ ഈ പ്ലാറ്റ്ഫോം, സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്ലാറ്റ്ഫോം എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഫാസിലിനോടൊപ്പം PA ബക്കറിനോടൊപ്പം തിരുവനന്തപുരം ദൂരദർശനിലെ നിരവധി പ്രോഗ്രാമുകളിലൊക്കെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് സ്കൂൾ ഓഫ് ഡ്രാമ ബിരുദധാരി എന്നുള്ള നിലയിലുള്ള പരിഗണന എനിക്ക് ചെന്നിട്ടുള്ള എല്ലാ മേഖലകളിലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. സ്കൂൾ ഓഫ് ഡ്രാമ എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിതമാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ വന്ന് ചേരുന്നത്. നാടകം പഠിക്കണം വേണ്ടിയിട്ട് വന്നു ചേർന്നു. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു ആദ്യം. പക്ഷേ ക്ലാസ്സുകൾ തുടങ്ങി, നമ്മുടെ ഓറിയൻറ്റേഷൻ കോഴ്സ് കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ടോട്ടൽ നമ്മുടെ ക്യാരക്ടറിനകത്ത് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ എൻ്റെ സ്കൂൾ ഓഫ് ഡ്രാമ പഠനം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഏതുമലമുകളിലെ ശ്യാമമേഘം ചുരന്നീ അമൃതവാത്സല്യവർഷമായി നീ. ഡ്രാമ സ്കൂളിൽ വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടെ വരാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷം. ഇന്നിവിടെ ഉണ്ടായ അനുഭവം ഇനി ജീവിതത്തിൽ ഒരിക്കൽ കൂടി കിട്ടുമെന്ന് എനിക്ക് ഭയമുണ്ട്. കാരണം ഇതൊരു നല്ല അനുഭവമായിരുന്നു. ഇത്രയും നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ ഇടയാക്കിയ ഈ സംഗമത്തിന് നന്ദി. ഏഴാമത്തെ പേജിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ മഴവില്ലെ 7 വർണ്ണങ്ങൾ മാരി നാടകത്തിൻ്റെ അഭിനയത്തിൻ്റെ വിവിധ മേഖലകളിൽ സംവിധാനത്തിന് മേലൊക്കെ ശ്രദ്ധയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് പ്രേംകുമാർ, മുകുന്ദൻ, നന്ദകിഷോർ ഉണ്ടാവുകയും പിന്നെ എനിക്ക് അന്ന് പഠിച്ച കാര്യങ്ങൾ ആരും ഇവിടെ പറഞ്ഞില്ല. പഠിച്ച കാര്യങ്ങൾ നാടകം, പ്രകരണം, പ്രഹസനം, ഭാണം, ഡിമ, രൂപങ്ങൾ പഠിപ്പിച്ചത്. അവിടെ മുതൽ നാടകത്തിന്റെ അടിസ്ഥാനപാഠം പഠിച്ചത്. ഇത് ശരിക്കും മണ്ണാണ്. ഇത് ശരിക്കും നാടകത്തിന്റെ തീർത്ഥം വീണ മണ്ണാണ്. പുതുജീവന്റെ പൊന്നിളം പോളകൾ പൊടിക്കുന്ന വാഴ്വിന്റെ ചില്ലകളിൽ വന്നു ചേക്കേറുന്നൊരാനന്ദ വാസന്ത സന്ധ്യയായി പാടി നീ. അപൂർവമായൊരു സംഗമം എന്നതിനെക്കുറിച്ച് പറയാം. സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്, ആത്മബന്ധം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മിററാണ് എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ ആർക്കും. പക്ഷേ നമ്മൾ കൂടുന്നു. കേരളത്തിലെ പല കോണുകളിലുള്ള പല സുഹൃത്തുക്കളും കൂടി 10-10 നമ്മൾ ഞങ്ങളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഒരു അപൂർവ നിമിഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്
ഈ സുലഭ മുഹൂർത്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയായിരിക്കണം ബന്ധങ്ങൾ, ഇങ്ങനെയായിരിക്കണം സൗഹൃദങ്ങൾ, ഇങ്ങനെയായിരിക്കണം കാലം സൃഷ്ടിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയുന്നത്. സെവൻത് ബാച്ച് ഇങ്ങനെയൊരു കൂടിച്ചേരലിന് സാധ്യമായതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും പ്രത്യേകം ജീവിതത്തിലൊരു അപൂർവമായ നിമിഷമാണ്. കാര്യം ഇപ്പോൾ നേരത്തെ വിനു പറഞ്ഞ കണക്ക് ഇതെല്ലാ ബാച്ചിനും ചിലപ്പോൾ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ നമ്മളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സൂചന കൂടിയാണ്. നമ്മൾ പല വഴിക്ക് പോയി, പലയിടത്തായി, പല മേഖലകളിൽ, പക്ഷെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബാച്ചിൻ്റെ എല്ലാവരുടെയും നമ്മുടെ മനസ്സുകളിൽ അത് ഇങ്ങനെ ആഴത്തിലുണ്ട്. അത് നമ്മുടെ അന്നത്തെ ഒരു ബാച്ച് എല്ലാവരും ഇപ്പോഴും പറയുന്നുണ്ട്. ഈ ഒരു ബാച്ചിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഏറ്റവും ഒരു നല്ല ബാച്ച്. അതും ശങ്കരപ്പിള്ള സാറിൻ്റെ ശങ്കരപ്പിള്ള സാറിൻ്റെ ഇവിടുന്ന് അദ്ദേഹം സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ പോകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബാച്ചാണിത്. വയലാവാസമുള്ള സാറുണ്ട്, പി കെ മണിക്കുട്ടൻ സാറുണ്ട്, അതുപോലെ നമ്മളെ ഈ പഠിപ്പിച്ച കണക്കുള്ള ഈ മാണിമാധവ് ചാക്യാർ, ഇവിടെ നേരത്തെ പറഞ്ഞു കണ്ണപ്പെരുവണ്ണ, നമ്മുടെ തെയ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഇത്രയും ഒരു കതിവന്നൂർ വീരനൊക്കെ നമ്മൾ കാണുന്ന ഓർമ്മയുണ്ടല്ലേ. അതുപോലെ കൂടിയാട്ടത്തിന്റെ ക്ലാസ്സുകൾ ഈ പറഞ്ഞത് നമ്മളെ പിന്നെ KP നാരായണപിഷാരടി സാറ്, നമ്പൂതിരി സാറ്, നമ്മൾ വിട്ടുപോയി. ബാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഈ ബാലേന്ദ്രൻ എന്ന് പറയുന്ന ഒരുപക്ഷെ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു നടനെ ഒരു തമാശയൊക്കെ ചെയ്യാൻ ആദ്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കഥാവിശേഷം എന്ന് പറയുന്ന നാടകത്തിൽ അദ്ദേഹം അഭിനയിപ്പിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ തമാശ ചെയ്യുക. പിന്നീടാണ് ഭഗവത് ജുവൊക്കെ വിനുവൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ എൻ്റെ ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്നെ രൂപപ്പെടുത്തിയ ഇടമാണ് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നാടകത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ തന്നെ ഇവിടുത്തെ തിയേറ്ററിൻ്റെ ഒരു പ്രചോദനം എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ. അപ്പോൾ ഈ മണ്ണിനെ, ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ, എൻ്റെ സുഹൃത്തുക്കളെ, മരിച്ചുപോയ ശങ്കരപ്പിള്ള സാറും എല്ലാവരും ഞാൻ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നു. വരിക വീണ്ടും എൻ ജീവനിലിരുന്നു നീ പാടുക ബാംസുരി, നീ പാടുക ബാംസുരി. ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ ശങ്കരപ്പിള്ള സാറാണ്. അത് കഴിഞ്ഞ് മറ്റു ഗുരുക്കന്മാരെ സ്മരിക്കുമ്പോൾ നമ്പ്യാർ സാറായാലും ശരി എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കുന്നു. ഇവിടെ ബാലേട്ടനടക്കമുള്ള എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കുന്നു. പക്ഷേ ഇത് ആദ്യം തുടക്കത്തിൽ വിനു പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ ബാച്ച് ഒരു ഐശ്വര്യമുള്ള ബാച്ചായിരുന്നു. ഈ ബാച്ചിന് ശേഷമാണ് സ്കൂൾ ഓഫ് ഡ്രാമ കുറച്ചും കൂടി അതായത് വളരെയധികം ഫ്ലറിഷ്ഡ് ആയത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് അന്നൊരു സീരിയസ് ആയിട്ടൊന്നും അതിന് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ പഠിച്ചിറങ്ങിയപ്പോഴാണ് അതിൻ്റെ മൂല്യം മനസ്സിലായത്. നമുക്കൊരു ഒരു പ്രൊഫഷണലായിട്ട് നമുക്ക് ഒരു പ്രൊഫഷണലിസം, എന്താണ് പ്രൊഫഷണലിസം, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിരിക്കും ഈ ഡ്രാമ സ്കൂളിൽ. പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എനിക്ക് എപ്പോഴും ഏറ്റവും സപ്പോർട്ടായി നിന്നിരുന്നത് പാലക്കാരൻ അച്ചായൻ എന്ന് നമ്മൾ ശക്തനായ ഞങ്ങളെ റൂംമേറ്റ് ആയിരുന്നെങ്കിൽ പോലും ഞങ്ങളെ എപ്പോഴും ഇടക്കിടക്ക് അടിയൊക്കെ ഉണ്ടാവും. ഭയങ്കര ശക്തനായിരുന്നു അവൻ. എൻ്റെ കൂടെ ഉണ്ടാകുന്ന എപ്പോഴും എനിക്കൊരു ഭയങ്കര ഉഷാറായിരുന്നു. അത് എനിക്ക് ഇതിൽ ഞാൻ ആ കൂട്ടത്തിൽ അവനെ കൂടി സ്മരിക്കുകയാണ്. പറയേണ്ടതെല്ലാം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു. അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയുകയാണ്. സത്യത്തിൽ നമ്മളെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ 7ാമത്തെ ബാച്ചാണ്. ആ 7 ബാച്ചുകളുടെ സമ്പന്നത ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു പുതിയ അധ്യായം സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് തുടങ്ങിയ ഒരു ബാച്ചാണ് നമ്മുടെ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ മണ്ണിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് കഴിഞ്ഞുകൊണ്ട് ഈ മണ്ണ് ഞാൻ എൻ്റെ ഒരു പ്രസാദമായിട്ട് എൻ്റെ നെറ്റിയിൽ തുടങ്ങും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. 1988 ഡിസംബർ 24-ാം തീയതി ശങ്കരപ്പിള്ള സാറ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് സാർ എന്നോട് സാറിൻ്റെ വീട് വരെ ഒന്ന് എത്തണമെന്ന് പറഞ്ഞു. അത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ സാറിൻ്റെ വീട്ടിലെത്തി. സാറ് ശ്വാസം വലിച്ച് കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ മദനൻ ഡയറക്റ്റ് ചെയ്ത ശുഭാന്തം എന്ന നാടകത്തിലെ ഡയലോഗുകളാണ് മനസ്സിൽ വന്നത്. സാറിനെ ഞങ്ങൾ സ്ട്രക്ചറിൽ കടത്തി ലിഫ്റ്റിനുള്ളിലേക്ക് കയറ്റി. ശുഭാന്തത്തിലെ ഡയലോഗും സമാനമായിരുന്നു. ഇരുമ്പിൻ കൂടൊന്ന് മൂളി ഉയർന്നു. അതായത് ലിഫ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ഉയരുകയാണ്. പ്രധാന കഥാപാത്രമായ രഘുവണ്ണൻ പറയുന്ന ഡയലോഗാണത്. അതെ, ലിഫ്റ്റ് മുകളിലേക്ക് ആ ഇരുണ്ട ഇടനാഴിയിൽ എന്നെ വിസർജിച്ചിട്ട് പോയി. പിന്നെ ഉരുൾ ചക്രങ്ങൾ സിമെൻറ്റിൽ ഉരയുന്ന ശബ്ദം, ഡെറ്റോളിൻ്റെ രൂക്ഷഗന്ധം. ശങ്കരപ്പിള്ള സാർ എഴുതിയ ഡയലോഗ് സാറിൻ്റെ അന്ത്യനാളുകളിൽ സംഭവിക്കും പോലെ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് വന്നു. പഠിക്കുന്ന സമയത്ത് അഭിനയിച്ച ആ നാടകത്തിലെ ഡയലോഗ് എന്നേ മറന്നുപോയി. പക്ഷേ ആ സമയം ആ നാടകം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. കാരണം സാറിൻ്റെ ജീവിതവുമായിട്ട് അതിൽ കണക്റ്റഡ് ആയതുകൊണ്ട് എൻ്റെ ഓർമ്മയിലേക്ക് വന്നതാണ്. എങ്ങനെയാണെന്നൊരു അത്ഭുതം തന്നെ അത്. പിന്നെ രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ദൂരദർശനിൽ എൻ കൃഷ്ണപിള്ള സാർ മരിച്ചതിൻ്റെ ഒരു അനുസ്മരണത്തിന് ശങ്കരപ്പിള്ള സാർ കോട്ടയത്തുനിന്ന്
ട്രെയിൻ കയറി പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിൻ കടന്നുപോയി. അപ്പോൾ നമ്മൾ ലേറ്റായി. കാരണം സാർ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു, താൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും അന്ന് ആ ട്രെയിൻ കിട്ടാതിരുന്നത് ഒരു വലിയ ഭാഗ്യമായി. കാരണം ഐലൻഡ് എക്സ്പ്രസ് അന്ന് ആ പോയ പോക്കിൽ പെരുമൺ ദുരന്തം ഉണ്ടായി. സാർ പിന്നെ അടുത്ത ട്രെയിനിലാണ് പോയത്. പിന്നെ സാറ് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ ട്രെയിൻ ലേറ്റായി, നന്നായി, ആയാലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന്. ഏതോ വിദൂര വനസ്ഥലിയിൽ മേയുന്ന മേഘങ്ങൾ തന്നകിടുമുട്ടി കറന്ന മൃതധാര വർഷിക്കുന്ന കാരുണ്യമേ വരിക. ഓരോ ശലഭവും പക്ഷിയും പർവ്വതവും ഓരോ തരുവും തൃണദലവും മനോഹാരിയ ആനന്ദ ഭൈരവിയിൽ അലിയട്ടെ. ഹായ് ഞാനതിൻ ഡമരുതാളമായി മാറട്ടെ. എന്തും ലയിക്കുന്ന മണ്ണിൻ്റെ നാഭിയിൽ നിന്നു നവസർഗ പൊടിപ്പുകൾ ഉയർക്കട്ടെ. നീയാണതിന്നുറവാ ഓരിക നീ എൻ്റെ ജീവനിൽ പാടുക ബാംസുരി. ഓരിക നീ എൻ്റെ ജീവനിൽ പാടുക ബാംസുരി. പാടുന്നതാരേ മധുവന്തി ശാന്തമായി ആർദ്രമായി സാന്ധ്യപ്രകാശം പരന്ന പോൽ. പാടുന്നതാരേ മധുവന്തി ശാന്തമായി ആർദ്രമായി സാന്ധ്യപ്രകാശം പരന്ന പോൽ. ആത്മാവിലേതോ സുഗന്ധം പടർന്ന പോൽ. നീയാണതെന്നറിവു ഞാൻ എൻ്റെ ജീവനിലിരുന്നു നീ പാടുക ബാംസുരി. ബാംസുരി ബാംസുരി.